ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 1 EVSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്കൊരു മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെ തുടങ്ങാം. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാം. അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയത് എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കും. എത്രമാത്രം ആൻസർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, എത്രമാത്രം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ ആൻസർ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ചാക്രികാരോഹണം ബെഞ്ചമിൻ ബ്ലൂം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വൈഗോസ്കി, പഠനോദ്ദേശങ്ങളുടെ വർഗീകരണം പിയാഷെ, ജ്ഞാനനിർമ്മിതിവാദം ബ്രൂണർ. എന്താണ് ഇതിൽ ശരിയായ ജോഡി എന്താണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വൈഗോസ്കിയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചാക്രികാരോഹണം ആരാണ്? ചാക്രികാരോഹണം ബ്രൂണറാണ്. ജ്ഞാനനിർമ്മിതിവാദം പിയാഷെ, ജ്ഞാനനിർമ്മിതിവാദം പിയാഷെ, ചാക്രികാരോഹണം ബ്രൂണർ, ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണം ബെഞ്ചമിൻ എസ് ബ്ലൂം. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏതാണ്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം വൈഗോസ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിക്ക് നേരിട്ട അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതി. സെമിനാർ, പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, ഫീൽഡ് ട്രിപ്പ്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലെങ്കിൽ കൂടി ഓപ്ഷൻസിൽ നിന്നും ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, സെമിനാർ, പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, ഇത് മൂന്നും ഏകദേശം ഒരുപോലെയാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? ഫീൽഡ് ട്രിപ്പാണ് കറക്റ്റ് ആൻസർ. അതാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത്. ഇപ്പോൾ പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, സെമിനാർ ഇതൊക്കെ ക്ലാസ് റൂമുകളുടെ ഉള്ളിൽ നിന്നിട്ടും കുട്ടികൾക്ക് വർക്ക് കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് നേരിട്ട അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതിയാണ് ഫീൽഡ് ട്രിപ്പ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്തത് ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്തത് ഏതാണ്? നോക്കിയാൽ ഇതും നിങ്ങൾക്ക് ഓപ്ഷൻ തന്നെ കണ്ടെത്താൻ പറ്റും. കുട്ടികൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു, കുട്ടികൾ സംശയം ഉന്നയിക്കുന്നു, ടീച്ചർ ആശയം വിശദീകരിക്കുന്നു, പ്രശ്നത്തിൻ്റെ പരിഹാരം കുട്ടികൾ കണ്ടെത്തുന്നു. ഇതെങ്ങനെ നമ്മളിങ്ങനെ ആൻസർ ഓപ്ഷനിൽ നിന്നും കണ്ടെത്തുക? അപ്പോൾ ഇതിൽ നോക്കിയാൽ കുട്ടികൾ പരസ്പരം വിവരം കൈമാറുന്നു, കുട്ടികൾ സംശയങ്ങൾ ഉന്നയിക്കുന്നു, പ്രശ്നത്തിൻ്റെ പരിഹാരം കുട്ടികൾ കണ്ടെത്തുന്നു. ഇതൊക്കെ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്തത് ഏതാണ്? ടീച്ചർ ആശയം വിശദീകരിക്കുന്നു. ഇതാണ് കറക്റ്റ് ആൻസർ. ടീച്ചർ ആശയം വിശദീകരിക്കുന്നു. ഇനി നോക്കിയേ, അനുഭവപ്പെടുന്ന ഒരു പ്രശ്നത്തിന് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തുന്ന പഠന സമീപനം. അനുഭവപ്പെടുന്ന ഒരു പ്രശ്നത്തിന് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തുന്ന സമീപനം ഏതാണ്? പ്രക്രിയാബന്ധിത സമീപനം, ഉദ്ഗ്രഥിത സമീപനം, പരിസരബന്ധിത സമീപനം, ചാക്രികാരോഹണ സമീപനം. ഒരു പ്രശ്നത്തിന് നിരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തുന്ന പഠന സമീപനമാണ് കറക്റ്റ് ആൻസർ. പ്രക്രിയാബന്ധിത സമീപനം, പ്രോസസ് ബേസ്ഡ് അപ്രോച്ച്, പ്രക്രിയാബന്ധിത സമീപനം. നെക്സ്റ്റ്, അന്വേഷണാത്മക പഠനത്തിൻ്റെ ഘട്ടങ്ങളിൽ 5E നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം. ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ 5Es ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ അന്വേഷണാത്മക പഠനത്തിൻ്റെ പഠന രീതിയുടെ ഘട്ടങ്ങളിൽ നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം
ഏതാണ്? എൻഗേജ്, എക്സ്പ്ലോർ, ഇവാലുവേഷൻ, എലാബറേറ്റ്. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ ഏതാണ് നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം? കറക്റ്റ് ആൻസർ എലാബറേറ്റ് ആണ്. അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടങ്ങളിൽ നേടിയ അറിവിൻ്റെ പ്രയോഗം, അതായത് 5E എന്ന് പറയുന്ന അതിൽ നേടിയ അറിവിൻ്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടമാണ് എലാബറേറ്റ്. നെക്സ്റ്റ്, പാഠാസൂത്രണത്തിനും കുട്ടികൾക്ക് യൂണിറ്റ് അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്താനും സഹായിക്കുന്ന ഒരു പഠനതന്ത്രം. പാഠാസൂത്രണത്തിനും കുട്ടികൾക്ക് യൂണിറ്റ് അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്താനും സഹായിക്കുന്ന ഒരു പഠനതന്ത്രമാണിത്. പ്രോജക്റ്റ്, ക്രിയാഗവേഷണം, ആശയപഠം, ബ്രെയിൻ സ്റ്റോമിങ്. ഇവിടെ ആൻസർ ആശയപഠമാണ്, കോൺസെപ്റ്റ് മാപ്പ് എന്ന്. ആശയപഠമാണ്. പാഠാസൂത്രണത്തിനും അതുപോലെ കുട്ടികൾക്ക് യൂണിറ്റ് അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്താനും സഹായിക്കുന്നത് ആശയപഠം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ എന്നിവയിലെ ഒരു കുട്ടിയുടെ നില കൃത്യമായി പ്രതിപാദിക്കുന്ന രേഖ. നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ എന്നിവയിൽ ഒരു കുട്ടിയുടെ നില കൃത്യമായി പ്രതിപാദിക്കുന്ന രേഖ. പ്രതിഫലനാത്മക കുറിപ്പ്, ദൈനംദിനാസൂത്രണ രേഖ, പഠന പുരോഗതി രേഖ, സഞ്ചിത രേഖ. എന്താണ് കറക്റ്റ് ആൻസർ? പഠന പുരോഗതി രേഖയാണ്. പഠന പുരോഗതി രേഖ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ജലം എന്ന യൂണിറ്റിൽ ജലത്തിൻ്റെ ഉപയോഗം, ജലസ്രോതസ്സുകൾ, ജലത്തിൻ്റെ അവസ്ഥകൾ, അവസ്ഥാമാറ്റങ്ങൾ എന്നീ ആശയങ്ങൾ പ്രതിപാദിക്കുന്നു. ഇത് പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏതു സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്? പരിസര പഠന പാഠ്യപദ്ധതിയുടെ സവിശേഷതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ ജലം എന്ന യൂണിറ്റ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ജലത്തിൻ്റെ ഉപയോഗം പറയുന്നുണ്ട്, ജലസ്രോതസ്സുകളെ പറ്റി പറയുന്നുണ്ട്, ജലത്തിൻ്റെ വിവിധ അവസ്ഥകൾ, കരം, ദ്രാവകം, വാതകം, ഇതൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഒരു യൂണിറ്റിൽ, ജലം എന്ന യൂണിറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്? പ്രക്രിയാബന്ധിത സമീപനം, ഉദ്ഗ്രഥിത സമീപനം, പരിസരബന്ധിത സമീപനം, ചാക്രികാരോഹണ സമീപനം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഉദ്ഗ്രഥിത സമീപനമാണ്, അതായത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. കറക്റ്റ് ആൻസർ ഉദ്ഗ്രഥിത സമീപനം. നെക്സ്റ്റ്, പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇത് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉള്ളടക്കം, മനോഭാവം, ശേഷികൾ, മൂല്യങ്ങൾ. എന്താണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഉള്ളടക്കമാണ്. പരിസരത്തെക്കുറിച്ച് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഉള്ളടക്കത്തെയാണ്. നെക്സ്റ്റ്, ഫലപ്രദമായ പാഠ്യപദ്ധതി വിനിമയത്തിനു വേണ്ടി തൻ്റെ സ്കൂളിന് ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫലപ്രദമായ പാഠ്യപദ്ധതി വിനിമയത്തിനു വേണ്ടി തൻ്റെ സ്കൂളിന് ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏതാണ്? ആശയഭൂപടം, വിഭവ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം. എന്താണ് കറക്റ്റ് ആൻസർ? വിഭവ ഭൂപടമാണ്. റിസോഴ്സ് മാപ്പ്, വിഭവ ഭൂപടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂക്കളുടെ മണം, നിറം, വലുപ്പം, ആകൃതി എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കൂ. അതായത് പൂക്കളുടെ മണം, നിറം, വലുപ്പം, ആകൃതി എന്നിവ
പല പൂക്കളിലും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് പഠന നേട്ടം. ഈ പഠന നേട്ടം ആർജിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം ഏതാണ് ടീച്ചിങ് എയ്ഡ്? അതായത് ജൈവ വൈവിധ്യ ഉദ്യാനം, ശാസ്ത്രമൂല, ഹെർബേറിയം, വിനിമയ സാങ്കേതിക വിദ്യ. ഇപ്പോൾ വിവിധ തരത്തിലുള്ള പൂക്കളെ കാണാനും ആ പൂക്കളെ മണത്ത് നോക്കാനും അതുപോലെ അതിൻ്റെ നിറം മനസ്സിലാക്കാനും വലുപ്പം, ആകൃതി എന്നിവയൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? വിവിധ തരത്തിലുള്ള പൂക്കൾക്ക് വിവിധ നിറമായിരിക്കും, വിവിധ മണമായിരിക്കും, വലുപ്പം വ്യത്യസ്തം ഉണ്ടാവും, ആകൃതി വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. നെക്സ്റ്റ്, സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഈ ഓപ്ഷൻസ് നോക്കിയേ. അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തി ആയിരിക്കും. അത് ശരിയാണോ? സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും അല്ലാത്ത കുട്ടികൾക്കും ചില കുട്ടികൾക്ക് ഉയർന്ന ബുദ്ധിശക്തി ഉണ്ടാവും. മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും. അതും തെറ്റാണ്. അതിപ്പോൾ പഠന നിലവാരത്തിൻ്റെ കാര്യത്തിൽ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളോ മുന്നാക്കം നിൽക്കുന്ന കുട്ടികളോ ഈ തരത്തിലുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. മൂന്നാമത്തെ സി നോക്കിയേ. മിക്ക കുട്ടികളുടെയും അഭിലാഷത്തിൻ്റെ തലം കുറവായിരിക്കും. അത് ശരിയാണ്. അവർ ഇപ്പോൾ നമ്മൾ സാമൂഹികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഫാമിലിനേക്കാളും ഇവരുടെ ഈ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളുടെ അവരുടെ അഭിലാഷത്തിൻ്റെ തലം ചെറുതായിരിക്കും, കുറവായിരിക്കും. മിക്ക കുട്ടികൾക്കും അഭിപ്രേരണ കുറവായിരിക്കും. എന്താണ്? മോട്ടിവേഷൻ കുറവായിരിക്കും. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ, അഭിപ്രേരണ കുറവായിരിക്കും. എന്താണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ സിയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൻ്റെ ഭാഗമായ സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധമില്ലാത്ത നൈപുണി ഏത്? എന്താണ്? നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, CCE എന്ന് പറയും. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൻ്റെ ഭാഗമായ സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധമില്ലാത്ത നൈപുണി ഏത്? ആശയവിനിമയ ശേഷി, പ്രശ്നപരിഹരണ ശേഷി, സർഗാത്മക ചിന്ത, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ. അപ്പോൾ ഇതിൽ നോക്കിയേ. ആശയവിനിമയ ശേഷി, പ്രശ്നപരിഹരണ ശേഷി, സർഗാത്മക ചിന്ത, ഇത് മൂന്നും സാമൂഹിക വൈകാരിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത നൈപുണി ഏതാണ്? ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഡിജിറ്റൽ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭം ഏത്? വായുമർദ്ദം കണ്ടെത്താനുള്ള പരീക്ഷണം, ഇലകളിലെ സിരാവിന്യാസം താരതമ്യം ചെയ്യൽ, മണ്ണിൻ്റെ pH പരിശോധന, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഡിജിറ്റൽ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭമാണ് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം. നെക്സ്റ്റ്, പഠിതാവിൻ്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകിക്കൊണ്ട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതി. ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാബന്ധിതം. എന്തൊക്കെയാണ് നോക്കുന്നത്? പഠിതാവിൻ്റെ പ്രായം, പഠിതാവിൻ്റെ പ്രകൃതം, പഠിതാവിൻ്റെ സർഗാത്മകത, പഠിതാവിൻ്റെ സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകുക. അപ്പോൾ അതെന്താണ്? അത് പരിസരബന്ധിതവും അല്ല, പ്രവർത്തനാധിഷ്ഠിതവും അല്ല, പ്രക്രിയാബന്ധിതവും അല്ല. കറക്റ്റ് ആൻസർ ശിശു കേന്ദ്രീകൃതമാണ്. ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം, ശിശു കേന്ദ്രീകൃതമാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. പ്രധാനപ്പെട്ട കാര്യമാണ് നന്നായിട്ട് പഠിക്കുക.
ആത്മവിശ്വാസത്തോടു കൂടി ഈ കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിൽ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് മുൻവർഷ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പരിചയപ്പെടാം. അപ്പോൾ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓൾ ദ ബെസ്റ്റ്.